ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജയ റെസിപ്പിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. മറ്റൊന്നല്ല, ബുന ചിക്കൻ റെസിപ്പി. ആക്ച്വലി റെസിപ്പി നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്നുള്ള റെസിപ്പിയാണ്. ചിക്കൻ്റെ മറ്റുള്ള റെസിപ്പികളുമായി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളിത് കഴിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. അതേപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ഞാൻ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത 1 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. ഇതുകൂടാതെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ്, 1 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകം പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് യോഗർട്ട്. ഇനി യോഗർട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ തൈര് ചേർത്താലും മതി. 1/2 മുറി ചെറുനാരങ്ങ നീര്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ചിക്കൻ മസാലയിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാനായിട്ട് ഏകദേശം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ചിക്കൻ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറൊക്കെ ആവുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഓയിൽ ചൂടായി വരുന്ന സമയത്ത് മീഡിയം സൈസ് 2 സബോള നിങ്ങളിനെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ സബോളൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണവരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ സബോളൊക്കെ ആവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവാവുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. മിനിമം 1 അവർ എങ്കിലും നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലാണ് മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇന്ത്യൻ റെസിപ്പികളെ അപേക്ഷിച്ച് ഈ ഒരു ഡിഷിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊന്നല്ല, നമ്മൾ ഈ ഡിഷിൽ ഒട്ടും തന്നെ ഗരം മസാല യൂസ് ചെയ്യണില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഈ സമയത്ത് മിക്സിയുടെ ഒരു ജാറിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതുകൂടാതെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇത് ഇടയ്ക്കായിട്ട് ഞാനൊരു 2-3 പ്രാവശ്യം തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചിക്കൻ കറിയുടെ ഒരു പ്രത്യേക സ്മെല്ല് വരുന്നുണ്ട്. ഈ സ്മെല്ല് തന്നെ സാധാരണ ചിക്കൻ കറിയുടെ സ്മെല്ലല്ല, ഒരു ഡിഫറൻ്റ് ആണ്. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ആവശ്യത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബുന ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് പച്ചമുളക് നീളനെ കൊത്തി നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് ഇഞ്ചി നീളനെ നുറുക്കിയെടുത്തത്, നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബുന ചിക്കൻ കറി റെഡി ടു സെർവ്. അപ്പോൾ നമ്മുടെ അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ബുന ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ അടിപൊളി റെസിപ്പി തന്നെയാണത്. ചിക്കൻ്റെ വെറൈറ്റി ഡിഷസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പാകിസ്ഥാൻകാരുടെ ഈ ഡിഷ് ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം.
ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻ്റ് ആണ്. നിങ്ങളത് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ചപ്പാത്തിൻ്റെ കൂടെയോ ഡ്രൈ പാക്കിൻ്റെ കൂടെയോ പുലാവ്, ബിരിയാണി ഇതുപോലുള്ള ഏതുവിധ റൈസ് പാക്കിൻ്റെ കൂടെയും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.